ഒക്ടോബർ 31-ന് ആഗോള റിലീസായി എത്തിയ DSCറെ ഗംഭീര പ്രതികരണങ്ങളാണ് തിയേറ്ററുകളിൽ നിന്നും നേടിയത്. ഇതിനോടകം കോടികൾ കളക്ഷനായി നേടിയ ചിത്രം OTTയിലേക്ക് എത്തുന്നുവെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഡിസംബറിലാണ് ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുക. പ്രണവ് മോഹൻലാൽ, രാഹുൽ സദാശിവൻ കൂട്ടുകെട്ടിലിറങ്ങിയ DSCറെ തിയേറ്ററുകളിൽ നിന്നും മികച്ച പ്രതികരണങ്ങളാണ് നേടിയത്. ക്രോധത്തിന്റെ ദിനമെന്ന അർത്ഥം വരുന്ന ദി ഡേ ഓഫ് റാത്ത് എന്ന ടാഗ്ലൈനോടെ എത്തിയ ചിത്രം റിലീസിന് തലേരാത്രി പെയ്ഡ് പ്രീമിയർ എന്ന പുതുമയോടെയാണ് തിയേറ്ററുകളിൽ പ്രദർശനം ആരംഭിച്ചത്. പ്രീ റിലീസ് അഭിമുഖങ്ങളോ പ്രസ് മീറ്റുകളോ ഒന്നും കൂടാതെ എത്തിയ ചിത്രത്തിന് മികച്ച മൗത്ത് പബ്ലിസിറ്റിയാണ് ലഭിച്ചത്. ഇന്ത്യയിൽ നിന്നടക്കം മികച്ച കളക്ഷൻ നേടിയ ചിത്രത്തിന് ആഗോള ബോക്സ് ഓഫീസിലും നേട്ടമുണ്ടാക്കാൻ സാധിച്ചു. സമീപകാല മലയാള സിനിമയിൽ ഡിസ്ട്രിബ്യൂഷനും മാർക്കറ്റിംഗും ഏറ്റവും നന്നായി നിർവഹിക്കപ്പെട്ട ചിത്രം കൂടെയാവുകയാണ് DSCറെ. ഇപ്പോഴത്തെ ഒക്ടോബർ 31-ന് തിയേറ്ററുകളിലേക്ക് എത്തിയ ചിത്രത്തിന്റെ OTT റിലീസ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഡിസംബർ 5 മുതൽ ചിത്രം ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ആഗോളതലത്തിൽ നിന്ന് 80.75 കോടി രൂപയാണ് ചിത്രം നേടിയത്. ഇന്ത്യയിൽ നിന്ന് മാത്രം 41.21 കോടി രൂപ നേടാനും DSCറയ്ക്ക് സാധിച്ചു. 39 വിദേശ രാജ്യങ്ങളിലായാണ് ചിത്രം റിലീസ് ചെയ്യപ്പെട്ടത്. സംവിധായകൻ രാഹുൽ സദാശിവൻ തന്നെ തിരക്കഥയൊരുക്കിയിരിക്കുന്ന ഈ ഹൊറർ ത്രില്ലർ ചിത്രം നൈറ്റ് ഷിഫ്റ്റ് സ്റ്റുഡിയോസ്, വൈനോഡ് സ്റ്റുഡിയോസ് എന്നീ ബാനറുകളിൽ ചക്രവർത്തി രാമചന്ദ്ര, S ശശികാന്ത് എന്നിവർ ചേർന്നാണ് നിർമ്മിച്ചത്. A സർട്ടിഫിക്കറ്റാണ് ചിത്രത്തിന് ലഭിച്ചത്. വലിയ പ്രേക്ഷക നിരൂപക പ്രശംസ നേടിയ ഭ്രമയുഗം എന്ന ചിത്രത്തിന് ശേഷം രാഹുൽ സദാശിവൻ, നൈറ്റ് ഷിഫ്റ്റ് സ്റ്റുഡിയോസ് ടീം ഒന്നിക്കുന്ന ചിത്രം കൂടിയാണ് DSCറെ. ഷഹനാദ് ജലാൽ ISC ഛായാഗ്രഹണം നിർവഹിക്കുന്ന ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിക്കുന്നത് ക്രിസ്റ്റോ സേവിയറാണ്. ഷഫീഖ് മുഹമ്മദ് അലിയാണ് ചിത്രത്തിന്റെ എഡിറ്റർ. എന്റർടൈൻമെന്റ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.